പുസ്തക പരിചയം. നോവൽ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. കുഞ്ഞു കാര്യങ്ങളുടെ ഒടയത്തമ്പുരാൻ. നോവലിസ്റ്റ് അരുന്ധതി റോയ്. പുസ്തകാവതരണം OK ശൈലജ ടീച്ചർ. ലോകപ്രശസ്തയായ ഇന്ത്യക്കാരിയും മലയാളിയുമായ അക്ഷര പോരാളിയായ എഴുത്തുകാരി. ചിന്തയിലും വാക്കിലും സ്ത്രീയുടെ മഹത്വം കളയാതെ തന്റേടത്തോടെ ഉറച്ച ശബ്ദവും ശക്തമായ തൂലികയുമായി വാക്കുകളെയും തൂലികയെയും പടവാളാക്കിക്കൊണ്ട് അനീതിക്കെതിരെ മുഴങ്ങിക്കൊണ്ടിരുന്ന സ്ത്രീ ശബ്ദം. അതാണ് അരുന്ധതി റോയ്. 1961 നവംബർ 24 ഇന്ത്യയിലെ മേഘാലയയിലെ ഷില്ലോങ്ങിൽ കോട്ടയം ഐമനം സ്വദേശി മേരി റോയിയുടെയും ബംഗാളി സ്വദേശി രാജീവ് റോയിയുടെയും മകളായി ജനിച്ചു. മാൻ ബുക്കർ പുരസ്കാരത്തിന് അർഹയായ ആദ്യ ഇന്ത്യൻ വനിത. അവരുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, കുഞ്ഞുകാര്യങ്ങളുടെ ഒടയത്തമ്പുരാൻ എന്ന കൃതിക്കാണ് 1997 ബുക്കർ പുരസ്കാരം ലഭിച്ചത്. EK നായനാർ, EMS നമ്പൂതിരിപ്പാട്, ഐജാസ് അഹമ്മദ് തുടങ്ങിയ പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ കൃതിയെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമെന്നും ലൈംഗിക അരാജകത്വം നിറഞ്ഞത് എന്നും മുദ്രകുത്തി. ബൂർഷ്വാ സമൂഹത്തിലെ അപജയത്തിന്റെ സാഹിത്യം എന്നാണ് EMS നമ്പൂതിരിപ്പാട് ഈ കൃതിയെ വിലയിരുത്തിയത്. ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഈ കഥയിൽ നോവലിസ്റ്റ് തുനിയുന്നില്ല. അരുന്ധതിയുടെ വിശകലനത്തിൽ ഇതൊരു മരണാനന്തര കഥയാണ്. ആത്മകഥാപരമായ അംശവും കുടുംബാംഗങ്ങളുടെ ചരിത്രവും എല്ലാം കൂട്ടിച്ചേർത്ത് ഫിക്ഷനേത് യാഥാർത്ഥ്യമേത് എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇഴുകിച്ചേർന്നിരിക്കുന്നു. ഈ നോവലിലെ കഥാപാത്രങ്ങളാകട്ടെ ഒരു ഗ്രാമത്തിലെ കൊച്ചു മനുഷ്യരും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൂട്ടുന്ന ഓരോ വരികളിലൂടെയും ജീവിതത്തിന്റെ വലിയ വലിയ ദാർശനിക പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ലോകം എന്നതാണ് ഈ നോവലിലൂടെ അവർ വെളിപ്പെടുത്തിയത്. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിയുടെയും സവർണ മുതലാളിത്ത വ്യവസ്ഥിതിയുടെയും തൊഴിലാളികൾ നേരിടുന്ന ചൂഷണത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വികാസത്തെയും കേരളത്തിലുണ്ടായ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടായ മാറ്റങ്ങൾ ഈ നോവലിൽ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നുണ്ട്. പുസ്തകത്തിന്റെ വായനയിലൂടെ സഞ്ചാരം നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സുന്ദരമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടന്ന ദുരന്തപൂർണമായ ഒരു പ്രണയത്തിന്റെ ബാക്കി പത്രമാണ്. അമ്മു എന്ന സുറിയാനി ക്രിസ്ത്യാനി കുടുംബിനിയുടെയും വെളുത്ത എന്ന പരവ യുവാവിന്റെയും ദുരന്ത വർണ്ണനയാണ് ഈ കഥയിലെ ഇതിവൃത്തം. അമ്മു വെളുത്തയെ സ്നേഹിക്കുകയും രാത്രിയിൽ മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിരമായി കണ്ടുമുട്ടുന്നതും മനസ്സിലാക്കിയ സവർണ സുറിയാനി ക്രിസ്ത്യാനി ബന്ധുക്കൾ ഒരു കമ്മ്യൂണിസ്റ്റായ വെളുത്തയെ രാഷ്ട്രീയമായി ഒതുക്കുവാൻ ഒരു പ്രാദേശിക നേതാവിനെ കൂട്ടുപിടിച്ച് വെളുത്തയെ ഒരു കള്ള വ്യവഹാരത്തിൽ കുടുക്കി പോലീസിനെ കൊണ്ട് അടിച്ചു കൊല്ലിക്കുന്നതാണ് ഇതിലെ പ്രമേയം. കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമത്തിലെ സിറിയൻ ഓർത്തഡോക്സ് കുടുംബം ആണ് കഥയിലെ പശ്ചാത്തലം. കമ്മ്യൂണിസ്റ്റ് രണ്ടാം ഭരണകാലമായ 1969 കാലത്ത് കഥ നടക്കുന്നതായാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അമ്മുവും അവളുടെ സഹോദരൻ ചാക്കോയും ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. അമ്മുവിന്റെ ഇരട്ടക്കുട്ടികൾ, സഹോദരന്റെ ഭാര്യ, അവരുടെ മകൾ, അമ്മുവിന്റെ അച്ഛനും അമ്മയും വെളുത്തയും എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. പിതാവിന്റെ മരണശേഷം അച്ചാർ ഫാക്ടറിയുടെ ചുമതലയും കുടുംബ സ്വത്തുക്കളും അമ്മുവിന്റെ സഹോദരനായ ചാക്കോയിൽ വന്നുചേരുന്നു. ക്രിസ്ത്യൻ പാരമ്പര്യമനുസരിച്ച് വിവാഹം കഴിഞ്ഞ പെൺമക്കൾക്ക് അപ്പന്റെ സ്വത്തിൽ അവകാശമില്ല. ഈ നിലയിൽ തന്റെ മദ്യപാനിയായ ഭർത്താവിനെ ഉപേക്ഷിച്ച് അമ്മു തന്റെ കുഞ്ഞുങ്ങളുമൊത്ത് സ്വന്തം വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത് കൊണ്ടുള്ള അവഗണനയും ഇരട്ടക്കുട്ടികളോടുള്ള സമീപനവും മാനസിക സംഘർഷവും അമ്മുവിലും കുട്ടികളിലും നിറഞ്ഞു നിൽക്കുന്നതായി അനുവാചകന് അനുഭവപ്പെടുന്നു. പോരാത്തതിന് ആ കുട്ടികളുടെ പിതാവ് ഹിന്ദുവായതും വീട്ടുകാരുടെ നീരസത്തിനിടയായി. ഒരപ്പന്റെ മക്കളായ ചാക്കോയും അമ്മുവും വിവാഹബന്ധം വേർപെടുത്തിയവരായിട്ടും ഇവരുടെ അമ്മച്ചി മകന്റെ പരസ്ത്രീ ബന്ധത്തെ അനുകൂലിക്കുകയും മകളുടെ പരപുരുഷ ബന്ധത്തിന് നേരെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു.
പെറ്റമ്മയിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ഈ വേർതിരിവ് അമ്മുവിനെ ഏറെ ദുഃഖിപ്പിക്കുന്നു. കുടുംബത്തിൽ സ്നേഹവും സ്ഥാനവും ആണിന് നൽകുകയും പെണ്ണിനെ അവഗണിച്ചുകൊണ്ട് വീടിനുള്ളിൽ ഒതുക്കുകയും ചെയ്യുന്ന അന്യായത്തിന്റെ നേർചിത്രമാണ് ഇവിടെ തെളിയുന്നത്. അതുപോലെ ജാതിമതത്തിന്റെ പേരിലുള്ള വേർതിരിവും വളരെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു. മദ്യപാനിയായ ഭർത്താവിനാൽ സംരക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ ആ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം സുരക്ഷിതത്വവും സ്നേഹവും സാന്ത്വനവും തേടി സ്വഗൃഹത്തിലെത്തുന്ന അമ്മുവിനെയും മക്കളെയും ചേർത്തു നിർത്താൻ അവളുടെ അമ്മയ്ക്കോ സഹോദരനോ പറ്റാത്തത് അവരെ ചുറ്റിവരിഞ്ഞു കിടക്കുന്ന മതത്തിന്റെ ചങ്ങലയാണ്, തെറ്റായ ആചാരങ്ങളാണ്. ചാക്കോയുടെ ഇംഗ്ലണ്ടുകാരിയായ ഭാര്യ മാർഗരറ്റ് വിവാഹബന്ധം വേർപെടുത്തിയതാണെങ്കിലും അവധിക്കാലം ചെലവഴിക്കാൻ മകളോടൊത്ത് അയ്മനത്തെത്തുന്നതാണ് കഥയുടെ തുടക്കം. മാർഗരറ്റിന്റെ മകൾ സോഫിയയെയും കൂട്ടി അമ്മുവിന്റെ മക്കൾ മീനച്ചിലാറിന്റെ തീരത്തുകൂടി അക്കരെയുള്ള സായിപ്പിന്റെ പൂട്ടിക്കിടക്കുന്ന വസതിയിലേക്ക് പോകും വഴി വള്ളം മറിയുകയും ഇരട്ടക്കുട്ടികൾ നീന്തി രക്ഷപ്പെടുകയും ചെയ്യുന്നു. നീന്തലറിയാത്ത സോഫിമോൾ വെള്ളത്തിലാണ്ടുപോകുകയാണ്. അമ്മുവും വെളുത്തയും തമ്മിലുള്ള ബന്ധമറിഞ്ഞ് അമ്മുവിന്റെ അമ്മച്ചി വെളുത്തയെ അധിക്ഷേപിച്ചതിൽ മനംനൊന്ത് അയാൾ ഈ സാഹിബിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ ഉറങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഇതിനിടയിൽ സോഫിമോളുടെ മൃതദേഹം കണ്ടെത്തുകയും മറ്റു 2 കുട്ടികളെയും കാണാനില്ലെന്ന് വാർത്ത പരക്കുകയും ചെയ്യുന്നു. തിരച്ചിലിനിടയിൽ വെളുത്തയെയും കുട്ടികളെയും സാഹിബിന്റെ വീടിനടുത്ത് കാണാനിടവരുന്നു. ഈ അവസരം മുതലെടുത്ത് അമ്മുവിന്റെ അമ്മച്ചി വെളുത്ത കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് വരുത്തി തീർക്കുകയും ഇതിന്റെ പേരിൽ വെളുത്തയെ പോലീസിനെ കൊണ്ട് തല്ലിച്ചതക്കുകയും അതിൽ അയാൾ മരണപ്പെടുകയും ചെയ്യുന്നു. വീട് വിട്ടു പോകണമെന്ന് ചാക്കോ അന്ത്യശാസനം നൽകിയതോടെ അമ്മു ആൺകുട്ടിയായ എസ്തയെ ആദ്യ ഭർത്താവിന്റെ അടുക്കലേക്ക് അയക്കുന്നു. കുട്ടികളെ വളർത്താനുള്ള കഷ്ടപ്പാടും രോഗവും നിമിത്തം അമ്മു മരണപ്പെടുന്നു. ഇങ്ങനെ 23 വർഷത്തിന് ശേഷം അമ്മുവിന്റെ മക്കളായ എസ്തയും രാഹേലും അയമനത്തേക്ക് തിരികെ എത്തുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് അയമനം വീട്ടിലേക്ക് രാഹേലിന്റെ തിരിച്ചു വരവോടെയാണ് നോവലിന്റെ ആരംഭം. ഓർമ്മകളിലൂടെ കാലം ഒരു തിരിച്ചുപോക്ക് നടത്തുന്നു. അടുക്കായും ചിട്ടയായും ആദ്യം മുതൽ അന്ത്യം വരെ കഥ പറയുന്ന രീതിയല്ല ഈ നോവലിൽ ഉള്ളത്. അമ്മുവിൻ്റെയും ഇരട്ടക്കുട്ടികളിലൊന്നായ രാഹേലിൻ്റെയും ചിന്തകളിലൂടെ ഓരോരോ കൊച്ചരുവിയെ പോലെ ഉത്ഭവിക്കുകയും ഒഴുകി ഒഴുകി പോവുകയും ചെയ്യുന്നു. ഒരു ബോധധാരാ സമ്പ്രദായത്തിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ പിടിച്ചിരുത്തി വായിപ്പിക്കാൻ ഈ നോവലിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളീയ സംസ്കാരത്തിനും ഭൂപ്രകൃതിക്കും കലകൾക്കും സംഭവിച്ച മാറ്റത്തെ കൃത്യമായി അവതരിപ്പിച്ചു എന്നതാണ് നോവലിൻ്റെ മറ്റൊരു സവിശേഷത. ഈ നോവൽ അരുന്ധതി റോയ് സമർപ്പിച്ചിരിക്കുന്നത് അമ്മയായ മേരി റോയ്ക്കാണ്. ഈ നോവലിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അതായത് കുഞ്ഞുകാര്യങ്ങളുടെ ഒടേതമ്പുരാൻ, നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും വളരെ കുഞ്ഞു കാര്യങ്ങളിലൂടെ, കുഞ്ഞു മനസ്സുകളിലൂടെ ഈ കഥ അനേകരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നു.